നല്ലൊരു പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സ്പൈസി റൈസ് ആൻഡ് പ്രോൺസ് ബിരിയാണി മസാല സെപ്പറേറ്റ് ആയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. സ്പൈസി റൈസ് റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും അറ്റാച്ച് ചെയ്യാം. ഈ വീഡിയോയിൽ പ്രോൺസ് ബിരിയാണി മസാല പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. ബിരിയാണി റൈസ് റെസിപ്പി വേണ്ടവർ ലിങ്ക് ഫോളോ ചെയ്താൽ മതി. ഞാൻ ബിരിയാണി മേക്കിങ്ങിന് 80% നെയ്യാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സ്ട്രാ ടേസ്റ്റ്. ചൂടായ പാനിലേക്ക് നെയ്യും കുറച്ച് ഓയിലും ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആണ് പ്രോൺസ് മാരിനേഷൻ കൊണ്ട് ഞാൻ യൂസ് ചെയ്തത്. പീൽഡ് ആൻഡ് കുക്ക്ഡ് പ്രോൺസ് ഫ്രം സെയിൻസ്ബറീസ് ആണിത്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഫാസ്റ്റ് ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. സെയിം ഓയിലേക്ക് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, മല്ലിയില എല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് മാത്രം ഓയിൽ ആഡ് ചെയ്യാം. മിക്സ് ഒന്ന് സോട്ടായി വന്നാൽ ഓണിയൻ ആഡ് ചെയ്യാം. മീഡിയം സൈസ് 4-5 ഓണിയൻസ് ആണ് ഞാനിവിടെ സ്ലൈസ് ചെയ്തത്. ക്ലീൻ മിക്സും ഓണിയനും നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഫ്ലെയിം മീഡിയം ആയിരിക്കണം. ഇടയ്ക്ക് 2-3 തവണ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഗീ ചേർത്ത് കൊടുക്കാം. ഓണിയൻ ഒന്ന് വാടിക്കഴിഞ്ഞാൽ ചോപ്ഡ് ടൊമാറ്റോസ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആക്കി ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ടൈമിൽ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഉപ്പും വെള്ളം ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല 2 ടീസ്പൂൺസ്. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ടൈമിൽ ഞാൻ റൈസും ഒരു സൈഡിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഫ്രൈഡ് ഓണിയൻസും പ്രോൺസ് ഫ്രൈയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം. ഹീറ്റ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. മല്ലിയില ഓൾറെഡി ക്രഷ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഈ ടൈമിൽ എഗ്ഗ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് ചൂടുവെള്ളം മാറ്റി തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി പ്രിപ്പ് ആയതുകൊണ്ടാണ് എഗ്ഗ് വെക്കാമെന്ന് വിചാരിച്ചത്. ഈ മെത്തേഡിലാണ് ഞാൻ എഗ് ഷെൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. സാലഡിന് വേണ്ടിയിട്ടുള്ള വെജസ് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഓണിയൻ, ഗ്രീൻ ചില്ലീസ്, കുക്കുംബർ, ക്യാരറ്റ്, യോഗർട്ട്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും മിക്സ് ചെയ്ത് സാലഡ് ബൗൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ട റൈസ്, മസാല, സാലഡ്, എഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഞാൻ ലെയർ ചെയ്ത് ദം ചെയ്യാറില്ല. ഇൻസ്റ്റന്റ് മസാല കുറച്ച് എക്സ്ട്രാ പ്രിപ്പ് ചെയ്യും. എന്നിട്ട് റൈസിലേക്ക് കുറച്ച് മസാല മിക്സ് ചെയ്യാണ് ചെയ്യാറ്. നിങ്ങളുടെ പോർഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് ബിരിയാണി സെറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് റൈസ് എടുത്തിട്ട് ബെഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മസാലയും എഗ്ഗും വെക്കാം. പിന്നെ കുറച്ചുകൂടെ റൈസ് ഫില്ല് ചെയ്ത് കൊടുത്ത് സ്ലൈറ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവിംഗ് പ്ലേറ്റ് എടുത്തിട്ട് ബൗളിന് മുകളിൽ വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷിംഗ് ചെയ്യാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തവർ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാം.